ഇന്ന് നമ്മുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ. അബിക്കുട്ടനും അപ്പവും പാറും ഒക്കെ രാവിലെ ഇത് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അബിക്കുട്ടൻ്റെ കയ്യിൽ ഇലയാണ് വെട്ടി കൊടുത്ത് വിട്ടേക്കുന്നത്. ഇതാണ് അവർക്ക് ഓണത്തിനെടുത്ത ഡ്രസ്സ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിള്ളേരെ രാവിലെ വിട്ടു. അത് കഴിഞ്ഞ് ട്ടാണ് കേട്ടോ ഞാൻ സ്കൂളിലേക്ക് പോയത്. നമ്മൾ സ്കൂളിൽ ചെന്നതിനും പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മലയാളി മംഗ മത്സരം, മാവേലി മത്സരം, അങ്ങനെ അത്യാവശ്യം കുറച്ച് മത്സരങ്ങളുണ്ടായിരുന്നു. ഞാനെപ്പോഴും ചെല്ലുമ്പോൾ ലേറ്റ് ആവാറാണ്. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം ലേറ്റാവും. നേരിട്ട് നമ്മൾ MBTയിൽ ഉള്ളതുകൊണ്ട് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എത്താൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ എല്ലാവർക്കും ഏറ്റവും പ്രദേശ് ഹോമിൻ്റെ വക ഒരു ഹാപ്പി ഓണം. ഈ വർഷത്തെ ഞങ്ങളുടെ ഓണാഘോഷം മൊത്തം സ്കൂളിലായിരുന്നു. വീട്ടിലങ്ങനെ ഓണാഘോഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ സ്കൂളിൽ മൊത്തത്തിൽ അങ്ങ് അടിച്ചു പൊളിച്ചു. എന്താ പറയുക, മലയാളി മംഗന്മാരൊക്കെ ആയിട്ട് നമ്മുടെ സുന്ദരി കുട്ടികളൊക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിവിധ ഇനം മത്സരങ്ങളായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ ഓണം എന്താണെന്നറിയില്ല, അടിപൊളിയായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം എന്നൊക്കെ ഇതുപോലെ മത്സരങ്ങളെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഉൾവലിഞ്ഞങ്ങ് നിൽക്കാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം ടീച്ചേഴ്സാണെങ്കിലും കുട്ടികളാണെങ്കിലും PTA-കാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് എനിക്ക് മത്സരിക്കണം എന്നുള്ള നല്ലൊരു മത്സര ബുദ്ധിയോടു കൂടിയായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. എന്താ പറയുക, അത് കഴിഞ്ഞ് ഓണപ്പാട്ട് മത്സരം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തിലെ എല്ലാ പ്രാവശ്യത്തെയും മത്സരങ്ങളൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിന് ഫസ്റ്റ് വരണം എന്നുള്ള ഒരു വാശി എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിലുള്ള മത്സരങ്ങളുടെ ഒട്ടുമിക്ക വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അകത്ത് ഫുഡിൻ്റെ അതിൻ്റെയൊക്കെ ഇച്ചിരി തിരക്കിലായിപ്പോയി. പക്ഷെ ഞാനാണ് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച ഒരാൾ അത് കറക്റ്റായിട്ട് എടുത്തോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ എടുത്തു എന്ന് തോന്നുന്നു. ഒരു സമയം വിസരിച്ചു. എൻ്റെ മുടി മൊത്തം പോയില്ലോടി. ആസിയ എവിടെ എൻ്റെ മുടി മൊത്തം പോയിടി, നോക്കടി. വലിച്ചു വാരിട്ട് പക്ഷെ മുടി നയിച്ചു കിട്ടിയാലോ എടുക്ക. വീഡിയോ ഇത് ഹായ് കൊടുത്തേ. ഹായ് ഒന്ന് ചിരിച്ച് കാണിച്ചേരെ. ഒന്ന് ചിരിച്ചേരെ. അടുക്കളക്കകത്ത് പോയി അവസാനം 3 പേര്. കമോൺ കൊടുത്തേ. ആരുടെ കയ്യിലേക്കാണോ കൊടുത്തത് അവരൗട്ട്. പക്ഷെ നിങ്ങളുടെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കണം. അതാണ് മത്സരം. ഏറ്റവും അവസാനം ആരാണോ ബലൂൺ പൊട്ടാതെ എന്റെ അടുത്ത് വരുന്നത് അവരാണ് മത്സര വിജയി. ഓക്കെ, അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. പ്രോത്സാഹിക്കേ. ഇനി പൊട്ടിട്ടില്ല, ബലൂൺ പൊട്ടാതെ ഉണ്ട്. നിങ്ങൾ കെട്ടിപ്പിടിക്കുക. നിങ്ങൾ നോക്കുക, ചുറ്റും നിൽക്കുന്നവരുടെ ആരുടെ കയ്യിലാണ് ബലൂൺ അവിടെ നോക്കി നിർത്തിക്കൊണ്ടിരിക്കുക. മത്സരമാണ്. ഫസ്റ്റ് അയാൾ
ഇങ്ങോട്ട് വയ്ക്കാം പക്ഷേ പെണ്ണ് മൊത്തത്തിൽ നിന്ന് തിളങ്ങാണ്. സ്പീഡ് ചെയ്യണം കേട്ടോ, സ്പീഡ് ചെയ്യണം. കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് നാല് കയറും. സ്പീഡ് കൂടണം. അതാണോ സ്ലോ? അങ്ങനെ കാണിച്ചേ എന്നതാ ഇങ്ങനെ 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 ചേട്ടൻ്റെ സന്തോഷത്തോടെ ചേച്ചിയുടെ സന്തോഷം ലാസ്റ്റ് അറിയാം. എൻ്റെ എങ്ങോട്ടേലും വണ്ടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബോൾ എഴുതിയിരിക്കുന്ന പാകിസ്ഥാൻ. ഇവിടെ പാകിസ്ഥാൻ നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് പോകാം, എല്ലാവരും പുറത്തേക്ക് പോകാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളത്തിലേക്ക് മാറി നിൽക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളത്തിലേക്ക് മാറി നിൽക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാം. രണ്ട് കാലം വെച്ച് നിൽക്കരുത്, ഒരു കളത്തിൽ ഒരാൾ നിൽക്കാവുള്ളൂ. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാം. അടുത്ത ബോംബിടാൻ പോവുകയാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാം. അടുത്ത ബോംബിടാൻ പോവുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ കൈക്കാരനാണ് അടുത്ത ബോംബ് സെലക്ട് ചെയ്തത്. വീണ്ടും പാകിസ്ഥാൻ. പാകിസ്ഥാനുകാരെല്ലാവരും പുറത്തേക്കൊക്കെ പുറത്തേക്കൊക്കെ അവിടെ നിൽക്കാൻ പാടില്ല. എല്ലാവരും പുറത്തേക്കൊക്കെ മാറി നിൽക്കുക. എല്ലാവരും മുകളിലേക്ക് കയറി നിൽക്കാം. പുറത്തായവരെ എല്ലാവരും മുകളിലേക്ക് കയറി നിൽക്കാം. അവർ താഴെ നിൽക്കാൻ പാടില്ല. നിങ്ങളെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ നിങ്ങൾക്ക്. ഓക്കെ, അടുത്തത് എടുക്കുകയാണ്. അടുത്ത ഔട്ടായിരിക്കുന്നത് ബംഗ്ലാദേശ്. എല്ലാവരും പുറത്തേക്കാവുക.
ഓക്കെ, അടുത്തത് UP സെക്ഷൻ ബോയ്സ്. വാണിപതി അനോൺ ജോമേഷ് ഫസ്റ്റ്. ആരും കൈകോട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ക്രിസ്റ്റി ഷിൻഡോ. ക്യാപ്റ്റൻ അങ്ങനെ നമ്മുടെ മത്സരങ്ങളും ആഘോഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിള്ളേരൊക്കെ അങ്ങ് വിശന്ന് വല്ലാണ്ടായിട്ടോ. നമ്മളും അത് അങ്ങനെ നമ്മൾ നേരെ സദ്യയിലേക്ക് എഴുതുന്നു. പപ്പടം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പിന്നെന്താ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, സാമ്പാർ, അവിയൽ, പായസം, പപ്പടം, അങ്ങനെയൊക്കെ ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ടേസ്റ്റും പറയാനൊന്നുമില്ല, നമ്മുടെ MVTയിൽ അംഗങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറികളൊക്കെ വീട്ടിൽ നിന്ന് വീട്ടമ്മമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. നമ്മളെല്ലാവരും ഇരുന്നപ്പോൾ ടീച്ചേഴ്സും നമ്മളൊക്കെ ഇരുന്ന് ഏറ്റവും ലാസ്റ്റാണ്. കാരണം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വിളമ്പിക്കൊടുത്ത് ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഇവരെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അവരന്നേരം പുറത്ത് പാട്ടിട്ടേക്കുമായിരുന്നു. അപ്പോൾ അവരതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ കഴിക്കുന്നതിൻ്റെ വിളമ്പുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം കളിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായ ഒരാളാം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണാൻ ടാറ്റ.